വനിതാ വിമോചന വേദിയുടെ വാർഷികാഘോഷ പരിപാടികൾക്ക് ഏതാനും നിമിഷങ്ങൾക്ക് ഇവിടെ തുടക്കം കുറിക്കുകയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി പങ്കെടുക്കുന്ന ഈ വാർഷികാഘോഷ പരിപാടികളിലേക്ക് നിങ്ങൾ ഏവരെയും ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. നമ്മുടെ വനിതാ സമാജത്തിന്റെ 5ാം വാർഷികത്തോടനുബന്ധിച്ച് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ എത്തിച്ചേരുന്നതാണ്. മന്ത്രി എത്തി. ബഹുമാനപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ, നമ്മുടെ എല്ലാവരുടെയും കണ്ണിലുണ്ടിയായ, നമ്മുടെ എല്ലാവരുടെയും ഉണ്ടക്കണ്ണനായ ബഹുമാനപ്പെട്ട മന്ത്രി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഈ വേദിയിലേക്ക് എത്തിച്ചേരുന്നതാണ്. മന്ത്രി എത്തിയ അല്ല, ബഹുമാനപ്പെട്ടവരെ, നമ്മുടെ മന്ത്രിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദർശ ധീരനാണ് നമ്മുടെ മന്ത്രി. അദ്ദേഹത്തിന് സ്വന്തം കാർ ഇല്ലാഞ്ഞിട്ട് ഒരു KSRTC ബസ് മാർഗമാണ് അദ്ദേഹം ഇവിടെ എത്തിച്ചേരാമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തെ വഹിച്ചുകൊണ്ട് KSRTC ബസ് ഇതാ സമ്മേളനം എത്തിച്ചേരുന്നതാണ്. ഇപ്പോഴാണ് എത്തിയത്. മന്ത്രി എത്തി. ഇല്ല, താല്പര്യമുള്ള കംപ്ലീറ്റ് മുമ്പിലാണ്. ഞാനീ പറഞ്ഞെന്താന്ന് വെച്ചാല്, ഈ മന്ത്രി വരുമ്പോ നമുക്കൊരു ഓളം വേണ്ടേ? നമുക്ക് ഓളം എടോ, അതല്ല പറഞ്ഞേ. മന്ത്രി വരുമ്പോ മന്ത്രിക്ക് ഇടാനായിട്ട് ഒരു മാല വേണം, ഒരു ആരം വേണം. മാല കിട്ടിയില്ല കേട്ടാ. അപ്പൊ എന്ത് ചെയ്യും? അതിന് പകരം ഞാനൊരു റീത്ത് അടിയാക്കിട്ടത് പോലെ. മന്ത്രി വരുന്നുണ്ട്. ബഹുമാനപ്പെട്ടവരെ, ഇത് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ഏതാനും നിമിഷങ്ങളോട് എത്തിച്ചേരുമെന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹം ഇതാ ഈ സമ്മേളനത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ബഹുമാനപ്പെട്ടവരെ, ഇതാ നിങ്ങളോട് 2 വാക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി സംസാരിക്കുന്നതാണ്. അല്ല സാർ, എന്താ പ്രശ്നം? ഈ ചെണ്ടകെട്ട് കേട്ടപ്പോ പഴയ കാവടിയാട്ടത്തിന്റെ കാര്യം ഓർമ്മ വന്നു. മയിൽ കാവടി. ചെണ്ട വേണ്ട, ഇനി ചെണ്ട വേണ്ട. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഞാൻ വരാൻ അല്പം വൈകിപ്പോയി. വേറൊന്നും കൊണ്ടല്ല, ഒരു ബലാത്സംഗ പരിപാടി, ബാലസംഘ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഞാനിവിടെ വന്നിരിക്കുന്ന എന്തിനാണെന്ന് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. ഞാനിവിടെ വന്നിരിക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ അതേ സുഹൃത്തുക്കളെ, ഈ വനിതാ സമ്മേളനം ഞാൻ ഉദ്ഘാടനം ചെയ്യാൻ വന്നതാണ്. സാറിനെ കുറിച്ച് സാറിനോട് ഒരു കാര്യം പറയാനുണ്ട്. സാർ ഒരുപാട് സ്വാതന്ത്ര്യ സമരങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുള്ള വ്യക്തിയാണല്ലോ. ആണോ? സത്യത്തിൽ സാറ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഇന്ത്യയുടെ 10-16 സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത വ്യക്തിയല്ലേ ഞാൻ. സ്വാതന്ത്ര്യ സമരകാലത്ത് സാർ ഒളിവിൽ താമസിച്ചിട്ടുണ്ടോ? ഒരിക്കലുമില്ല. സ്വാതന്ത്ര്യ സമരകാലത്ത് ഞാൻ ഒരു 5-6 കൊല്ലം ഒരു വളവിൽ താമസിച്ചിട്ടുണ്ട്. ഈ ജാലിയൻ വാലാബാഗിനെ കുറിച്ച് സാറിന്റെ അഭിപ്രായം എന്താ? എന്തിനു കൊള്ളാ ബാഗ്? അതിലും നല്ല എത്രയോ ബാഗുകൾ ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ കിട്ടും. ഈ സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ച് സാറിന്റെ അഭിപ്രായം എന്താ? എന്റെ ദൈവമേ, ഇണപിരിയാത്ത സുഹൃത്തുക്കളല്ലേ സുഭാഷും ചന്ദ്രനും ബോസും. ഈ ബാലഗംഗാധരത്തിനെ കുറിച്ച് സാറിന് എന്തെങ്കിലും ഒരു കമന്റ് പറയാനോ? ഭയങ്കര മുൻചുണ്ടിക്കാരൻ ഈ ബാലനും ഗംഗാധരനും. രണ്ടുപേരും മരിച്ചുപോയി. തിലകനിപ്പോ സിനിമയിലൊക്കെ അഭിനയിച്ച് നടക്കുന്നത്. കിരീട സിനിമയിലൊക്കെ നമ്മുടെ വനിതാ ബഹുമാനപ്പെട്ടവരെ, നമ്മുടെ ഈ ഗ്രാമത്തിന്റെ രോമാഞ്ചമായ, നമ്മുടെ ചെറുപ്പക്കാരുടെ കണ്ണിലുണ്ണിയായ വനിതാ മെമ്പർ ഇതാ ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. അവരെ ഞാൻ ഈ സ്റ്റേജിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ടവരെ, ഇതാ സമ്മേളന നടപടികൾ ആരംഭിക്കുകയാണ്. ഈശ്വര പ്രാർത്ഥനക്കായിട്ട് ഞഞ്ഞു, പിഞ്ഞു, കുഞ്ഞു സഹോദരിമാരിൽ മൂത്തവളായ ഞുഞ്ഞുവിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഞുഞ്ഞു, ഈശ്വര പ്രാർത്ഥന. ബഹുമാനപ്പെട്ടവരെ,
സമ്മേളന നടപടികൾ ആരംഭിക്കുകയാണ്. നിങ്ങളോട് രണ്ട് വാക്ക് സംസാരിക്കുവാനായിട്ട് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരിയായ, നമ്മുടെ എല്ലാവരുടെയും കണ്ണിലുള്ളിയായ വനിതാ മെമ്പറെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഈ വനിതാ മെമ്പറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ബഹുമാനപ്പെട്ടവരെ, നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഏതൊരു പാതിരാത്രി ചെന്ന് എന്ത് കാര്യം ചോദിച്ചാലും യാതൊരു പണിയും കൂടാതെ സാധിച്ചു തരുന്ന ആളാണ് ഈ വനിതാ പഞ്ചായത്ത് മെമ്പർ. അത് ആ വനിതാ മെമ്പറെ രണ്ട് വാക്ക് സംസാരിക്കുവാനായിട്ട് ഈ വേദിയിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ടവരെ, എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഈ പഞ്ചായത്തിലെ ഇത്രയധികം ജനവികാരം ഉൾക്കൊള്ളുന്ന ഒരു വനിതാ പഞ്ചായത്ത് മെമ്പറെ ഈ കേരളത്തിൽ നല്ല ഭൂമി മലയാളത്തിൽ പോലും കാണത്തില്ല. അത് ആ വനിതാ മെമ്പറെ ഈ വേദിയിലേക്ക് രണ്ട് വാക്ക് സംസാരിക്കുവാനായിട്ട് ഞാൻ ക്ഷണിക്കുകയാണ്. വേദിയിൽ ആസനമായിരിക്കും വേദിയിൽ വേദിയിൽ ആസനസ്ഥനായിരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി, മറ്റ് വിശിഷ്ടാവശിഷ്ടങ്ങൾ. ഞാനിവിടെ വന്നപ്പോഴ് എന്നെ വളരെയധികം പുകഴ്ത്തി പലവരും ഇവിടെ സംസാരിച്ചു. സത്യത്തിൽ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞുകൊള്ളട്ടെ. ഇദ്ദേഹം പറഞ്ഞതുപോലെ ഞാൻ വനിതകളുടെ മാത്രം മെമ്പർ അല്ല, ഞാൻ പുരുഷന്മാരുടെ കൂടി മെമ്പറാണ്. ബഹുമാനപ്പെട്ട മന്ത്രിയുടെ സാന്നിധ്യത്തിൽ എനിക്ക് അദ്ദേഹത്തോട് ഒരു പരാതി ബോധിപ്പിക്കുവാനുണ്ട്. കാരണം നമ്മൾ ദിവസവും രാവിലെ ടിവിയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സുപ്രഭാതം പരിപാടി പല സ്ത്രീകളുടെയും തിരക്ക് കാരണം അത് പലർക്കും കാലത്ത് കാണാൻ സാധിക്കാറില്ല. ദയവ് ചെയ്ത് ബഹുമാനപ്പെട്ട മന്ത്രി ഇടപെട്ടുകൊണ്ട് ആ സുപ്രഭാതം പരിപാടി വൈകിട്ടത്തേക്ക് ആക്കി തരണമെന്ന് ബഹുമാനപ്പെട്ട മന്ത്രിയോട് ഞാൻ അപേക്ഷിക്കുകയാണ്. ഇനി എനിക്ക് ബഹുമാനപ്പെട്ട മന്ത്രിയോട് പറയാനുള്ളത് ഇന്ന് സമൂഹത്തിൽ സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന പീഡനങ്ങളെ കുറിച്ചാണ്. ഞാൻ ചുരുക്കി പറയാം. ഒരു സ്ത്രീക്ക് ഇന്ന് സ്വസ്ഥമായിട്ട് ഒരു ബസ്സിൽ യാത്ര ചെയ്യാൻ നിവൃത്തിയില്ല. കാരണം ചില പൂവാലന്മാരുടെ കരാള ഹസ്തങ്ങൾ ആ ബസ്സിൽ വെച്ച് ആ സ്ത്രീയെ പീഡിപ്പിക്കുന്നു. മേലാൽ ഒരു സ്ത്രീക്കും ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടാവരുത്. അവൾക്ക് സ്വസ്ഥമായി ബസ്സിൽ യാത്ര ചെയ്യാനുള്ള ഒരു സൗകര്യം ബഹുമാനപ്പെട്ട മന്ത്രി ഉണ്ടാക്കി തരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നന്ദി, നമസ്കാരം. ഇതാ നിങ്ങളോട് രണ്ട് വാക്ക് സംസാരിക്കുവാനായിട്ട് മറുപടി പ്രസംഗത്തിനായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. കൂട്ടുകാരനോട് കൊട്ടല്ലേ എന്ന് പറയാം. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഞാൻ മറുപടി പ്രസംഗത്തിലേക്ക് കടക്കുകയാണ്. സ്ത്രീകൾ തബലകളാണ്, അബലകളാണ്. ഇന്ന് സ്ത്രീകൾ സമൂഹത്തിന് അനുഭവിക്കുന്ന പീഡനത്തെ കുറിച്ച് നമ്മുടെ വനിതാ മെമ്പർ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു. അതിനുള്ള മറുപടി ഞാൻ പറയാം. ഇനി ബസ്സിൽ കയറുമ്പോൾ ഏതെങ്കിലും പുരുഷൻ നിങ്ങളെ അല്ലെങ്കിൽ ഏതെങ്കിലും പൂവാലൻ നിങ്ങളെ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളൊരു പണി ചെയ്യുക. അവരെ പാഠം പഠിപ്പിക്കുന്നതിനായിട്ട് ബസ്സിൽ കയറുമ്പോൾ 1 രൂപ 50 പൈസ കൊടുത്തൊരു ബ്ലേഡ് വാങ്ങിക്കുക. ഈ ബ്ലേഡ് മേടിച്ച് ഒടിച്ച് 2 വിരലിന്റെ ഇടയിൽ ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഏതെങ്കിലും ഒരു പൂവാലൻ ശല്യം ചെയ്യുകയാണെങ്കിൽ അവന്റെ പുറത്ത് ഇൻഡു ആകൃതിയിൽ ഇങ്ങനെ 2 വര വരയ്ക്കുക. വരയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇൻഡു ആകൃതിയിൽ 2 വര മാത്രമേ വരയ്ക്കാമുള്ളൂ. അല്ലാതെ വരയ്ക്കുമ്പോ ഇതുപോലെ കഴകുരകുരാതെ കിളിപ്പോയി